എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബഡ്ജറ്റാണ്. 2025, 2026 ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് 2025 ഫെബ്രുവരി 1-നാണ്. ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്? 2025 ഫെബ്രുവരി 1-നാണ്. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എല്ലാവരും ഇത് പഠിക്കുക. നിർമ്മല സീതാരാമന്റെ തുടർച്ച എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള 8ാമത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു കേട്ടോ. അപ്പോൾ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള എത്രാമത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു? 8ാമത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു. ഇനി ബഡ്ജറ്റ് ദൈർഘ്യം ചോദിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 14 മിനിറ്റ്. എത്രയാണ്? 1 മണിക്കൂറും 14 മിനിറ്റും ആയിരുന്നു ബഡ്ജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി CD ദേശ്മുഖ് തുടർച്ചയായിട്ട് 7 തവണയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം മൊറാർജി ദേശായി തുടർച്ചയായിട്ട് 6 തവണയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ ആണ് ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 തവണയാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി. ഇവിടെ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? മൊറാർജി ദേശായി. ആകെ 10 തവണയാണ് മൊറാർജി ദേശായി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിർമ്മല സീതാരാമൻ ആണ്. 8 തവണ എന്നുള്ളത് ഓർത്തു വെക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി 2025 ബഡ്ജറ്റിന്റെ തീം എന്താണ്? സബ്കാ വികാസ് എന്നുള്ളതാണ് കേട്ടോ. 2025 ബഡ്ജറ്റിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സബ്കാ വികാസ്. സബ്കാ വികാസ്. നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരി മധുബാനി ആർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു പിക്കിൽ കാണുന്ന പോലെ മധുബാനി ആർട്ട് ഉള്ളൊരു സാരി ആയിരുന്നു നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത്. അപ്പോൾ മധുബാനി ആർട്ടിന്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാറിലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. മധുബാനി ആർട്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ സാരിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മധുബാനി ആർട്ടിന്റെ ഒറിജിൻ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? ബീഹാറാണ്. 2025 ബഡ്ജറ്റിന്റെ തീം എന്താ? സബ്കാ വികാസ് അല്ലെ? എന്താണ്? സബ്കാ വികാസ്. ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാ? മൊറാർജി ദേശായി. എത്ര തവണ? 10 തവണ. എന്നാൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? നിർമ്മല സീതാരാമൻ. 8 തവണ. അടുത്ത പോയിന്റിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിനകത്ത് കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരവിനെ കുറിച്ചും ചെലവിനെ കുറിച്ചുമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ശതമാനങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വരവ്. കടമെടുപ്പ് മറ്റ് ബാധ്യതകൾ 24%. ഓക്കെ. ആദായ നികുതി 22%. GST മറ്റ് നികുതികളും 18%. കോർപ്പറേഷൻ നികുതി 17%. നികുതി ഏതര വരുമാനം 9%. എക്സൈസ് തീരുവ 5% ആണ്. ഓക്കെ. എക്സൈസിന്റെ വരുന്നത് എത്രയാണ്? 5% ആണ്. അതേപോലെ തന്നെ കസ്റ്റംസ് ആണെങ്കിൽ 4%. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ 1% വരുന്നത്. ഓക്കെ. അപ്പോൾ കടമെടുപ്പ് മറ്റ് ബാധ്യതകൾ 24% കേട്ടോ. ബോറോയിങ് എത്ര വരുന്നത്? 24%. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. വരവിന്റെ കേസാണ്. 24 എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. 24% കടമെടുപ്പ് വരുന്നത്. ആദായ നികുതി ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എത്രയാണ്? 22% ഇൻകം ടാക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 കൈ കൊണ്ട് വാങ്ങും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ. 2 കൈ കൊണ്ട് വാങ്ങും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ 22% ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി. എത്ര ശതമാനമാണ്? 22%. GST മറ്റു നികുതികളും എത്രയാ? 18%. അപ്പൊ നമ്മളൊരു 18 വയസ്സൊക്കെ ആവുമ്പോൾ ഈ GST ഒക്കെ അടയ്ക്കും എന്ന് ഓർക്കാം അല്ലെ. ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത് പ്രായപൂർത്തിയാവുമ്പോൾ ഒരു 18 വയസ്സൊക്കെ ആവുമ്പോഴാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ GSTയും മറ്റു നികുതികളും 18%. ഇനി കോർപ്പറേഷൻ നികുതി, കോർപ്പറേഷൻ ടാക്സ് വരുന്നത് 17%. ഓക്കെ. അപ്പൊ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം 18 ഒരു വയസ്സ് മുമ്പ്. ഓക്കെ. 17 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രായപൂർത്തിയായിട്ടില്ല അല്ലെ. ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആവാന്ന് ഓർക്കാം. അപ്പൊ 17 വയസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു സഹകരണം, എല്ലാവരുടെ ഒരു കോർപ്പറേഷൻ ഒക്കെ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോ കോർപ്പറേഷൻ നികുതി ചോദിക്കുകയാണെങ്കിൽ 17%.
ഇനി അടുത്ത് വരുന്നത് നികുതിയേതര വരുമാനമാണ്. നോൺ ടാക്സ് റിസിപ്റ്റ്സ് ആണ് കേട്ടോ. എത്രയാ? 9%. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നികുതിയേതര വരുമാനം നോൺ ടാക്സ് എത്രയാ വരുന്നത്? 9%. പിന്നെ എക്സൈസ് തീരുവ വരുന്നത് 5%. അത് നമുക്ക് നമ്മൾ ഈ എക്സൈസ് ചെയ്യും, 5 വിരൽ വെച്ചിട്ട് എക്സൈസ് ചെയ്യും. ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മളൊരു ബോളൊക്കെ ഇങ്ങനെ ഞെക്കി ഇങ്ങനെ എക്സൈസ് ഒക്കെ ചെയ്യുന്ന ഓർത്ത് വെക്കുക കേട്ടോ. അത് 5%. അപ്പൊ 5 വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യും. എക്സർസൈസ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സൈസ് ആയിട്ടൊന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ എക്സർസൈസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. 5% ആണ് വരുന്നത്. പിന്നെ കസ്റ്റംസിന്റെ ആണ്. കസ്റ്റംസിന്റെ 4%. നമുക്ക് കസ്റ്റംസ് വണ്ടി ആലോചിക്കാം. കസ്റ്റംസ് വണ്ടിയുടെ ടയർ 4 ടയർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ എക്സൈസിന്റെ അങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അതിനാണ് നേരത്തെ കോഡ് പറഞ്ഞത്. എക്സർസൈസ് നമ്മൾ 5 വിരൽ വെച്ചിട്ട് ചെയ്യും. ഓക്കെ. പിന്നെയുള്ളത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ്. അത് 1%. ഓക്കെ. അപ്പൊ ഇവിടെ നോൺ ടാക്സ് എന്ന് പറയുന്നത് 9%, നോൺ ഡെപ്റ്റ് എന്ന് പറയുന്നത് 1%. കേട്ടോ. ഏതാണ്ട് ഒരേപോലെ 1ഉം 9ഉം അല്ലേ? അപ്പൊ ഒന്നും കൂടെ, വരവിന്റെ കടമെടുപ്പ് വരുന്നത് എത്രയാ? 24%. ഇൻകം ടാക്സ് ആണെങ്കിലോ നമ്മുടെ 2 കൈ വെച്ചിട്ട് നമ്മൾ വാങ്ങും. അപ്പൊ രണ്ടും 2 തന്നെ കേട്ടോ. അപ്പൊ 2 22%. GST എന്ന് പറയുമ്പോൾ 18%. അപ്പോൾ ടാക്സ് അടയ്ക്കും നമ്മൾ 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ടാക്സ് അടയ്ക്കാന്ന് ഓർക്കാം. പിന്നെ കോർപ്പറേഷൻ 1 വയസ്സ് താഴെ ആയി കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു കോർപ്പറേഷൻ സഹകരണമൊക്കെ ഉണ്ടാവും. നികുതിയേതര വരുമാനം 9%. അതേപോലെ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ 1%. പിന്നെ എക്സൈസ് തീരുവ വരുന്നത് 5%, കസ്റ്റംസ് നമ്മുടെ 4%. 1% വരുന്നത് ഏതാ? നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ്. ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഈ നമ്പേഴ്സ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് സെറ്റ് ആക്കണേ. പിന്നെ വരുന്നത് ചെലവിനെ കുറിച്ചാണ്. വേർ ഡസ് ദ റുപ്പി ഗോ? ചെലവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 22%. അത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. എത്രയാണ്? 22% സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. പിന്നെയുള്ളത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20%. ഇൻട്രസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 20%. അപ്പൊ നമുക്ക് 20ൽ 20 മാർക്ക് വാങ്ങാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം അല്ലെ? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് കേട്ടോ. എത്രയാണ്? 20%. ചില എക്സാംസ് ഒക്കെ നമ്മുടെ ഇംഗ്ലീഷ് തന്നെ 20 മാർക്സിന് ഉണ്ടാവില്ലേ? അതേപോലെ 20ൽ 20 കിട്ടാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് ഓർക്കാം. ഇൻട്രസ്റ്റ് എത്രയാണ്? 20%. പിന്നെ വരുന്നത് നമുക്ക് ഈ 4 8 വരുന്നുണ്ട്. നമുക്കതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിൽ ഒന്ന് പറയുന്നത് ഡിഫൻസ് ആണ്, പ്രതിരോധം, 8%. ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് വരുന്നത് 8%. സെൻട്രലി സ്പോൺസേർഡ് സ്കീം 8%. അതർ എക്സ്പെൻഡിച്ചർ 8%. ഈ 4 നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഡിഫൻസ് നന്നായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ഓർക്കാം അല്ലെ? അപ്പൊ 8% കിട്ടിയല്ലോ. ഡിഫൻസ് എത്രയാണ്? 8%. ഓക്കെ. അതേപോലെ തന്നെ ഫിനാൻസ്, നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്താ 8ന്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് എത്രയാണ്? 8%. അപ്പൊ ചില ആൾക്കാർ ഈ പൈസയൊക്കെ സ്പോൺസർ ചെയ്യില്ലേ? അപ്പൊ ഫിനാൻസും പിന്നെ അതിന്റെ കൂടെ വരുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഓക്കെ. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് സ്കീമും ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീമും ഉണ്ട്. അപ്പോൾ തമ്മിൽ മാറിപ്പോണ്ട. അപ്പൊ ഫിനാൻസ് ഉള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന ഓർക്കാം. സെൻട്രലി സ്പോൺസേർഡ് സ്കീമും ഈ ഫിനാൻസിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ എത്രയാണ്? 8% വരുന്നത് സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ. പിന്നെയുള്ളത് അതർ എക്സ്പെൻഡിച്ചർ, അതും 8%. ഓക്കെ. അപ്പൊ ഇതെല്ലാം എത്രയാണ്? 8% എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ഷെയർ അത് എത്രയാ? 22%. പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇൻട്രസ്റ്റ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ല 20ൽ 20 വാങ്ങാനായിട്ട്. അപ്പൊ 20%. പിന്നെയുള്ള 4 8% വരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഡിഫൻസ് അല്ലെ? 8ന്റെ പണി കിട്ടും. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ, ഫിനാൻസ്, പിന്നെ സ്പോൺസർ ചെയ്യുക, സെൻട്രലി സ്പോൺസേർഡ് സ്കീമും അതർ എക്സ്പെൻഡിച്ചറും 8%. ഓക്കെ അല്ലേ? പിന്നെ നമ്മളിപ്പോ പറഞ്ഞു സെൻട്രലി സ്പോൺസേർഡ് സ്കീം 8% അതിന്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ സെക്ടർ സ്കീം. ഓക്കെ അല്ലേ? അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സെൻട്രലി സ്പോൺസേർഡ് സ്കീം 8%, സെൻട്രൽ സെക്ടർ സ്കീം അതിന്റെ ഇരട്ടി 16% ആയിരിക്കും അത് വരുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മേജർ സബ്സിഡീസ് 6%, പെൻഷൻ 4%. ഈ പെൻഷന്റെ പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കള്ളൊക്കെ കുടിച്ച് ചില ആൾക്കാർ 4 കാലിലൊക്കെ വരുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ പെൻഷന്റെ എത്രയാണ്? 4% എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. മേജർ സബ്സിഡീസ്
6%. അപ്പൊ നമ്മളിതെല്ലാം ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന കോഡ്സും കണക്ഷൻസ് ഒക്കെ ആട്ടോ. എല്ലാവരും അങ്ങനെ കാണണേ. അപ്പൊ പെൻഷൻ 4%, മേജർ സബ്സിഡീസ് 6%. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് കേട്ടോ.